ഹായ് ഗേസ്, ഇന്ന് രാവിലെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങി ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അമ്പലം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഈ ഇടവഴി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടോട്ട് വരുന്ന വഴിക്ക് ഒരു വയല് മണ്ണിട്ട് നികത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെട്ടിടം പണിയാനോ എന്തൊക്കെയോ ആണ്. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെ വയലായിരുന്നു. അതൊക്കെ മണ്ണിട്ട് നികത്തിയിട്ട് കെട്ടിടങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ പ്രദേശം കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു വയലായിരുന്നു കേട്ടോ. അത് മണ്ണൊക്കെ ഇട്ട് അഴിച്ച് സെറ്റാക്കി ഇതാ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചേക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല വയലായിരുന്നെങ്കിലും പക്ഷെ ഇത് നല്ല വെള്ളക്കെട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ പ്രദേശം പോലെ കൃഷിഭൂമിയായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ചുറ്റുവട്ടമൊക്കെ വീടുകൾ വന്നപ്പോ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ലാതെ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അവിടെ റെയിൽവേ ആണ് കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്തൂടെ ആ കാണുന്ന റെയിൽവേ സ്റ്റേഷനാ. അപ്പോ ഇതുവഴി വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. അതിന് ഓണറെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഇത് നികത്തുന്നത് തന്നെയാണ് നല്ലത്. കാരണം വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന ആളുകളൊക്കെ ഇട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ആയി കിടക്കുകയായിരുന്നു കേട്ടോ. അതെന്തായാലും ഭാഗ്യമായി. ഇപ്പൊ കുറെ ആശ്വാസമുണ്ട്. കാരണം ഇതിപ്പം ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് ശരിക്കും തലയുടെ അവിടെ വരെ എത്തത്തക്കവണ്ണം കാട് കിളിച്ച് നിൽക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ അതിനകത്ത് ഇറങ്ങി അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, അതുപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം എനിക്ക് ചായ എടുക്കുന്നത് ഈ കപ്പിലാ സാധാരണ. അപ്പൊ എനിക്ക് ഈ കപ്പിൽ വേണ്ട, എനിക്ക് കുപ്പി ഗ്ലാസ്സിൽ മതിയെന്ന് ഞാൻ വാശി പിടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ ചായക്കട കുടിക്കുന്ന പോലെ കുപ്പി ഗ്ലാസ്സിൽ കുടിക്കുന്നതാ എനിക്കൊരു ഇഷ്ടം. കാരണം ചായക്കട കണ്ടിട്ടില്ലേ, അത് ഇങ്ങനെ ചായ അടിച്ചു തരുന്ന ഒരു പ്രത്യേക സ്റ്റൈലില്ല. കുപ്പി ഗ്ലാസ്സിൽ കുടിക്കുന്ന ഒരു തൃപ്തിയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഈ കുപ്പി ഗ്ലാസ് അപ്പുറത്തെ അടുക്കളയിൽ ഇരിക്കുകയായതുകൊണ്ട് അറിയാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ എടുത്ത് കുപ്പി ഗ്ലാസ് എടുത്ത് അമ്മയുടെ കൈ കൊടുത്തു. അമ്മ അപ്പം ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചിട്ട് എനിക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ചായ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അമ്മ എന്ത് ഇപ്പൊ ഇതിനകത്താണോ പാല് വെച്ചിരിക്കുന്നത്, ഫ്രിഡ്ജിനകത്തില്ലയോ? ഇത് ഉച്ചക്കത്തെ ഊണിനുള്ള സാധനങ്ങൾ, അവിയല്, ഇതെന്തുവാ? ഇത് ബെല്ലക്കുട്ടനുള്ള ചപ്പാത്തിയാ കേട്ടോ. അത് നെയ്യൊക്കെ ഒഴിച്ചാൽ എനിക്ക് വേണ്ട. ഹായ്, ഇതെനിക്ക് ദോശ ഉണ്ടാക്കാനുള്ള അരിമാവ്. ദോശക്കല്ലൊക്കെ അമ്മ അടുപ്പ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പുളിശ്ശേരി. അയ്യോ, അപ്പൊ ഇന്ന് രണ്ടാം കൂട്ടാനൊന്നും ഇല്ലയോ? രണ്ടാം കൂട്ടാൻ ആകെ അവിയൽ മാത്രമേ ഉള്ളൂ. ചോറും പുളിശ്ശേരി അവിയലും മാത്രമേ ഇന്ന് ഈ വീട്ടിൽ വെച്ചിട്ടുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാ കുറച്ച് കൊശിയാണ് ഞാൻ കേട്ടോ. കൊശി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് രണ്ടാം കൂട്ടാൻ കുറച്ച് കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇതിപ്പോ അവിയൽ മാത്രമേ ഉള്ളൂ. പോട്ടെ, വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മുടെ കുപ്പി ഗ്ലാസ്സിൽ അമ്മ പാലെടുത്തു. പകുതി പാലും പകുതി വെള്ളവും കൂടെ ചേർത്ത് ഇപ്പൊ അടുപ്പേ വെക്കും. സാധാരണ ആ കപ്പിനകത്തായിരുന്നു എടുത്തോണ്ടിരുന്നത് കേട്ടോ. അത് പക്ഷേ നല്ല ഹെവിയാ കേട്ടോ, വലിയ കപ്പാ. പ്യൂരിഫയറിനകത്തു നിന്നാണ് വെള്ളം പിടിച്ചത്. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരുന്നോട്ടെന്ന് അമ്മ വിചാരിച്ചാണ് കേട്ടോ. അമ്മ എന്തായാലും ചായ അടുപ്പേ വെക്കട്ടെ. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇനി പോയി ഒന്ന് കുളിച്ചിട്ട് വരണം. കാരണം നല്ല വേർത്ത, ഇപ്പോഴത്തെ ചൂടത്ത് വേർത്തൊരു വഴിയായിട്ടിരിക്കുക. അമ്മ അങ്ങനെ ചായയൊക്കെ അടുപ്പേ വെച്ചു. ഇനി ചായ തിളച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ ചായ പരിപാടിയും ദോശ പരിപാടിയും എല്ലാം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം മൊത്തത്തിൽ. അമ്മ എന്തിനാ അരിമ കൊടുത്ത് എൻ്റെ അടുത്തോട്ട് കൊണ്ടിരുന്നേ? ഇതേ 3 ദോശയ്ക്കുള്ള മാവേ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് 3 ദോശ മതിയെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് നമ്മ തേയിലയൊക്കെ ഇട്ട് സെറ്റാക്കി. ഇത്ര പെട്ടെന്ന് ചായ ആയോ? ഇതെന്താ സ്റ്റൗ അമ്മ മാക്സിമം കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. യെസ്, അങ്ങനെ ചായ തിളച്ച് പൊങ്ങി. രുചികരമായ ചായ, അടിപൊളി. യെസ്, അങ്ങനെ കുപ്പി ഗ്ലാസ്സിലോട്ട് അരിച്ചെടുത്തിരിക്കുക. ഇനി ചായക്കടയിൽ അടിക്കുന്നത് പോലെ തന്നെ ചായ അടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ താണ്ടെ പകുതിയും തറയെ കളഞ്ഞു. അതേ, എന്താ പ്രശ്നം എന്നറിയാമോ? ഈ കുപ്പി ഗ്ലാസ് ആയതുകൊണ്ടേ, അയ്യോ, കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കുന്ന സമയത്ത് കുറെ അങ്ങ് താഴെ പോകും കേട്ടോ. മറ്റേ സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ കറക്റ്റായിട്ട് ആ വാവട്ടം കറക്റ്റാണ്.
ഇതിന് വാവട്ടം അത്ര ശരിയല്ല. അങ്ങനെ ഞാൻ പോയി ഒരടിപൊളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ തലക്കൊരു വെളിവ് വീണ കേട്ടോ. ഞാൻ മുടി ഒക്കെ ഒന്ന് വെട്ടി ഡൈയും ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. മുടിയും വെട്ടി മീശയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മീശയിലും ഡൈ അടിച്ചു. എൻ്റെ മീശ വരെ നരച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ്ടില്ല ദൈവമേ, കഷണ്ടി തെളിഞ്ഞു തുടങ്ങി. നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തെന്നറിഞ്ഞൂടാ കേട്ടോ. ഇനി എന്തായാലും പോയി കാപ്പി കുടിച്ചിട്ട് വരാം. അയ്യോ, തുമ്മാൻ വരുന്നു. അങ്ങനെ എൻ്റെ ദോശ അടിപൊളിയായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് ദോശ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദോശ അന്നേരം ഉണ്ടാക്കിയിട്ട് തരുന്നത് എനിക്കിഷ്ടം. ഉണ്ടാക്കി വെച്ചിരുന്നാൽ അത്ര വലിയ താല്പര്യം ഇല്ല എനിക്ക്. കാരണം ഇത് ഉണ്ടാക്കി ഈ കാസറോളിനൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാലേ ഈ ആവി കൊണ്ട് ഒരു വെള്ളം വരുമല്ലോ, ആ വെള്ളം ഇങ്ങനെ തിരിച്ച് ഈ ദോശയിൽ തന്നെ വീണിട്ട് അതൊരുമാതിരി കിളുകിളിപ്പ് എനിക്കിങ്ങനെ വരും കേട്ടോ. കിളുകിളുകളാന്നിരിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. ഇതെന്തുവാ അവള് ഇന്നലെ ഞാനേ കുറച്ച് രസകദളി, ഇന്നലെ പുട്ടല്ലായിരുന്നു, അപ്പൊ അതിന് രസകദളി കുറച്ച് കൂടുതൽ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. അതും അരിഞ്ഞിട്ട് ശർക്കരയും നെയ്യും ഒക്കെ ഒഴിച്ച് ഇളക്കി വെച്ചിരിക്കുക. അങ്ങനെ ദോശ ഒരു പിടി പിടിക്കാം. 3 ദോശയേ ഉള്ളൂ, പക്ഷെ അത് മതി എനിക്ക്. സത്യം പറഞ്ഞാൽ ഡയറ്റൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതുവരെയും അങ്ങോട്ട് കൺട്രോളിൽ എത്തിയിട്ടില്ല. ഓരോ ദിവസവും അതിങ്ങനെ അങ്ങ് മുടങ്ങി പോവാ കേട്ടോ. കുഴപ്പമില്ല. ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം ഗണപതിയുടെ കല്യാണം പോലെ കേട്ടോ. ഓരോ ദിവസവും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ദോശയൊക്കെ തിന്നു കഴിഞ്ഞ് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടത്. അതിനകത്ത് പുള്ളിക്കാരൻ്റെ വീട്ടിലെ മാവില് മാങ്ങ നിൽക്കുന്ന സ്റ്റാറ്റസ് ഞാനിങ്ങനെ കണ്ടു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ മാവേലും മാങ്ങ ഉണ്ടായോ എന്ന്. അങ്ങനെ ഞാൻ ഓടി വന്ന് മാവെ നോക്കിയതാ. കണ്ടില്ലേ, യേസ്, നമ്മുടെ മാവും കായ്ച്ചു. നമ്മുടെ മാവിലും മാങ്ങ ഉണ്ട് കേട്ടോ. ഒന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. ഒരെണ്ണമേ അതുകൊണ്ടാ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാവേലും മാങ്ങയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ കണ്ണിമാങ്ങ. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങി കേട്ടോ. ഈശ്വരാധീനം. ഞാൻ ആ സ്റ്റാറ്റസ് കണ്ടത് കാര്യമായി കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ അറിയാൻ പറ്റി. ദാണ്ടേ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോഴേ അറിഞ്ഞില്ലെങ്കിൽ കുരങ്ങ് വന്ന് എല്ലാം തപ്പിക്കൊണ്ട് പോയേനെ. എന്തായാലും ആ സ്റ്റാറ്റസ് കണ്ടത് ഭാഗ്യമായി. ഇത് പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇതിന്റെ ഈ മാവിന്റെ മൂട് കണ്ടോ. മൂട് നമ്മുടെ പറമ്പിലും മാവ് നല്ല ചരിഞ്ഞ് അപ്പുറത്തെ റോഡിലോട്ട് വന്ന് നിൽക്കുന്നത്. അപ്പുറത്തെ റോഡിന്റെ വീടിന്റെ എല്ലാം കൂടെ മണ്ടയ്ക്കോട്ടാ മാവിന്റെ മണ്ട മൊത്തം നിൽക്കുന്നത്. നമ്മളിത് എത്ര പ്രാവശ്യം സത്യം പറഞ്ഞാൽ പിടിച്ചു കെട്ടി, അതുകൂടാതെ പിന്നെ കുറെ കൊണ്ടയൊക്കെ അരിഞ്ഞു വിട്ടു. പക്ഷെ എന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അതിങ്ങനെ ചരിഞ്ഞ് തന്നെ അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുക. വെയിറ്റ് മൊത്തം അങ്ങോട്ടാ കേട്ടോ. അങ്ങനെ നമ്മൾ മാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. മാങ്ങ ഉണ്ടോന്നൊക്കെ നോക്കി. നമ്മുടെ മാവും പൂത്തിട്ടുണ്ടോന്ന് അറിയണമല്ലോ. പൂക്കല്ല, അത് കായ്ച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒരു മാങ്ങയിട്ട് നമുക്ക് കടുമാങ്ങയൊക്കെ അച്ചാറിടണം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം കേട്ടോ. ഈ മാങ്ങ കേട്ടോ, നല്ല സൂപ്പർ മാങ്ങയാണ് പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം തൽക്കാലം 1-2 എണ്ണം പറിച്ച് നമുക്ക് കടുമാങ്ങ ഇടണം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മാവിൻ്റെ വീട്ടിലൊക്കെ കറങ്ങി അടിച്ച് വന്നപ്പോൾ അച്ഛനൊരു വിവരം പറഞ്ഞു. അതായത് അച്ഛൻ്റെ റേഷൻ കാർഡിൽ അച്ഛന് 2017 ഒരു മാരുതി സെൻ ഉണ്ടായിരുന്നു. സെൻ കാർ ഉണ്ടായിരുന്നു. പക്ഷെ അത് റേഷൻ കാർഡിൽ നിന്ന് മാറിയിട്ടില്ല ഇതുവരെ. അച്ഛൻ 2017 ആ വണ്ടി കൊടുത്തു. 2017 ഗുരുവായൂർ അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ സെയിലായി. പക്ഷെ ഇതുവരെയും അത് റേഷൻ കാർഡിൽ നിന്ന് മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ വണ്ടി അച്ഛന്റെ പേരിൽ തന്നെ കിടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞത്, ഇനിയിപ്പോൾ RT ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പിന്നെ ഞാൻ വിറ്റു എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഈ ആധാർ വെച്ചിട്ട് അടിച്ചു നോക്കുമ്പോൾ, ആധാർ വെച്ചിട്ടോ അല്ലെങ്കിൽ വണ്ടി നമ്പർ വെച്ചിട്ടോ അടിച്ചു നോക്കുമ്പോൾ ഓൾറെഡി അവർക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്.
പക്ഷെ ഇപ്പൊ ഞാൻ പോകാൻ തുടങ്ങുന്നത് നെയ്യാറ്റിങ്കര ആർ ടി ഓഫീസിലോട്ടാണ് പോകുന്നത്. പക്ഷെ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ ആർ ടി ഓഫീസിലാണ്. ഇനി അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നെയ്യാറ്റിങ്കര ചെന്ന് തിരക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇനി അവർ പറയാണ് നിങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്ത സ്ഥലത്ത് തന്നെ പോയെങ്കിൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞ് പിന്നെ നമ്മൾ ഓടേണ്ടി വരും. എന്തായാലും അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എന്തായാലും സൈറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തു. റേഷൻ കാർഡിൻ്റെ ഒരു ഇത് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ അതിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. കാറിൻ്റെ നമ്പരും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെന്ന് അറിഞ്ഞൂടെ, ഇത് ഓട്ടോമാറ്റിക്കലി മാറേണ്ടതല്ലേ ഇല്ലേ? ഇപ്പോൾ സർക്കാർ നമ്മുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ആധാർ വെച്ചിട്ട് അവരെല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും. പക്ഷെ നമുക്കൊരാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതെല്ലാം ഓടി നടന്ന് മാറ്റണം. ആ രീതിയൊക്കെ മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ. കാരണം ഇതിപ്പം ആധാറുമായിട്ട് ലിങ്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വണ്ടി വിൽക്കുമ്പോൾ തന്നെ അവർക്കങ്ങ് മാറ്റിക്കൂടെ ഓട്ടോമാറ്റിക്കലി? നമ്മളായിട്ട് ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആവശ്യക്കാരാണ്, അതുകൊണ്ട് നമ്മൾ കിടന്ന് ഓടിക്കണം. ഒരു അനാവശ്യമായ ഓട്ടം. ഇതിപ്പോ ഇത്രയും നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ ഇത്രയും ഒക്കെ ഇതായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇനിയിപ്പോൾ അതിനായിട്ട് ഓടണം. എന്തായാലും ഇന്നിനിയും പറ്റത്തില്ല. നാളെ രാവിലെ നമുക്ക് നെയ്യാറ്റിങ്കര ആർ ടി ഓഫീസിൽ പോയി തിരക്കി നോക്കാം. ഇനി അതിനെന്തെങ്കിലും കിടുമതികൾ കാണുമോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലൊരു ഓട്ടമാണ്. അപ്പോൾ അങ്ങനെ റേഷൻ കാർഡിൽ നിന്ന് അച്ഛൻ്റെ കാറിൻ്റെ പിന്നെ ഇത് അച്ഛൻ്റെ പേരിൽ നിന്ന് അതങ്ങ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമാധാനമുണ്ട്. ആഹാ, ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേന് അച്ഛൻ താണ്ട ഒരു മാങ്ങ എങ്ങനെയോ തള്ളി താഴെ ഇട്ടേച്ച് അമ്മയും അച്ഛനും കൂടെ കടുമാങ്ങ ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇതെന്ന് പറഞ്ഞാല് ശരിക്കും മാങ്ങ കൊണ്ടുവന്ന് അമ്മ ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. അരിഞ്ഞ് റെഡിയാക്കി ഉപ്പും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും പിന്നെ എന്തൊക്കെയോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണയിൽ കടുവ് പൊട്ടിച്ച് അതെടുത്ത് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു. നല്ല ടേസ്റ്റ് അമ്മ ഉണ്ടാക്കുന്ന പിന്നെ കടുമാങ്ങ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ഊണ് കുശാലായി. അപ്പോൾ അവിയൽ മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് രണ്ടാം കൂട്ടാനായിട്ട്. അപ്പൊ ഇന്നെന്തായാലും കടുമാങ്ങ കൂടെ കിട്ടിയപ്പം ഇന്ന് സൂപ്പർ ഊണായി. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.